സത്യം പറഞ്ഞാലേ ഈ ഇമേജ് കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. വേറൊന്നും കൊണ്ടല്ല, ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട ഉമർ ഫൈസിക്കെതിരെ നടക്കുന്ന ചില നിഗൂഢ ചിന്തകളെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ഉമർ ഫൈസിയെ വഖഫ് ബോർഡിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ചില ആളുകൾ പല കുൽസിത പ്രവർത്തികളും നടത്തുന്നുണ്ട്. അദ്ദേഹം സത്യത്തിൻ്റെ മാർഗത്തിൽ നിലകൊണ്ടു എന്നതാണ് അദ്ദേഹം ചെയ്ത തെറ്റ് എന്ന് ഞാൻ വ്യക്തമാക്കിയിരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ ഉമർ ഫൈസിക്കെതിരിൽ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അതിൻ്റെ താഴെ വന്ന മനോഹരമായ ഭരണിപ്പാട്ടൊക്കെ നമ്മൾ ആസ്വദിച്ചവരാണ്, ഇരിക്കട്ടെ. ഏതായാലും അത്തരം കമൻറ്റുകളിൽ നിറഞ്ഞു നിന്നിരുന്ന ചില ഫോട്ടോസുണ്ട്. ഉമർ ഫൈസി CPMകാരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ കണ്ടില്ലേ? അയാൾ ഒരു CPMകാരനാണ്, ഉമ്മത്തിൻ്റെ ഒറ്റുകാരനാണ്. ആഹാ, അടിപൊളി. അങ്ങനെയാണെങ്കിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി VD സതീശൻ സാറിൻ്റെ കൂടെ നിൽക്കുന്നത് ആരാണ്? ഉമ്മത്തിൻ്റെ നേതാക്കളാണോ? ഉമ്മത്തിൻ്റെ നേതാക്കളാണോ? ഇനി ഇവരെയൊക്കെ നമ്മൾ നമ്മുടെ മെയിൻ പ്രോഗ്രാമിലേക്ക് ആനയിച്ച് കൊണ്ടുവരേണ്ടി വരുമോ? ഇവരൊക്കെ നമ്മുടെ പാർട്ടിക്കാരായോ അല്ലെങ്കിൽ VD സതീശൻ സംഖ്യയായോ? ഏതിലിപ്പോൾ നമ്മൾ പെടുത്തേണ്ടത്? ഫോട്ടോയിൽ ഒരുമിച്ച് കണ്ടാൽ എന്തിനാണ് നമ്മൾ പെടുത്തേണ്ടത്? എന്തുകൊണ്ട് VD സതീശന് ഈ സംഖ്യകളുടെ ജനങ്ങൾക്കിടയിൽ ഛിദ്രതയുണ്ടാക്കുന്ന ഇത്തരം മനുഷ്യരുടെ അപ്പോയിൻമെൻറ്റുകൾ നിരസിക്കാൻ കഴിഞ്ഞില്ല? അവർക്കെന്തുകൊണ്ട് തന്നെ കാണാൻ അദ്ദേഹം അനുവാദം കൊടുത്തു? കുറേ ആളുകൾ ന്യായീകരണമായിട്ട് വരും, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. ശരിയാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഈ കേരള ജനതയ്ക്കിടയിൽ വർഗീയ വിഷവിത്ത് പാകുന്ന ഈ വർഗീയവാദികളെ മാറ്റി നിർത്താൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? പ്രിയപ്പെട്ട ലീഗുകാരെ, നിങ്ങളൊന്ന് ഉത്തരം പറയും, ഞാനൊന്ന് കേൾക്കട്ടെ. ഉത്തരാണ് വേണ്ടത്, തെറിവിളിയല്ല മക്കളെ, ഉത്തരാണ് വേണ്ടത്.